ജൂറി ഹെഡായിട്ടുള്ള CS വെങ്കടേശ്വരൻ സാർ, അദ്ദേഹം നാഷണൽ അവാർഡ് വരെ ക്രിട്ടിക്കൽ വാങ്ങിച്ചതാണ്. കൂടാതെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ മോനേട്ടൻ പോയതിനു ശേഷം ഞങ്ങൾക്ക് മെന്ററായി നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ CS വെങ്കടേശ്വരൻ സാർ. അദ്ദേഹത്തിനും ഞാൻ ഇൻസൈറ്റിന്റെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമുക്ക് ജൂറി മെമ്പറായിട്ടുള്ള ശ്രീ മനോജ് സാറിനെയാണ്. മനോജ് സാറും നാഷണൽ അവാർഡ് വിന്നറാണ്. കൂടാതെ അനേകം അവാർഡുകൾ അദ്ദേഹം മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ ഇൻസൈറ്റിന്റെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ പ്രേമേന്ദ്രൻ സാറാണ്, ജൂറി മെമ്പറാണ്. അദ്ദേഹം പയ്യന്നൂരുകാരനാണ്. കൂടാതെ അദ്ദേഹം ഒരു ക്രിട്ടിക്കാണ്, അധ്യാപകനാണ്. കൂടാതെ ഒരു അവാർഡ് വിന്നറും കൂടിയാണ്. ഒന്നല്ല, 2-3 അവാർഡുകൾ അദ്ദേഹം കിട്ടിയിട്ടുണ്ട്. അവാർഡ് വിന്നറും കൂടിയാണ്. അദ്ദേഹത്തെയും ഞാൻ നിങ്ങളുടെ ഏവരുടെയും പേരിലും ഇൻസൈറ്റിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ നമുക്ക് ഈ ഫെസ്റ്റിവലിന് വേണ്ടി ഡോക്യുമെന്ററി അയച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഓരോ ഡയറക്ടേഴ്സിനും അതിന്റെ ക്രൂ മെമ്പേഴ്സിനോടും ഇൻസൈറ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇത് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഏവർക്കും ഇൻസൈറ്റിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ KR ചെത്തല്ലൂരിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിക്കുക, പ്രദർശിപ്പിക്കുക, അവയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുക തുടങ്ങിയ ആശയങ്ങളുമായി ആരംഭിച്ച സൊസൈറ്റിയാണ് വീണ്ടും ഇൻസൈറ്റായി മാറിയത്. ഞങ്ങൾ സ്വയം നിർമ്മിക്കുകയും കാണിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനെ ചിത്രങ്ങളുടെ നാനാവശങ്ങളെക്കുറിച്ച് ശില്പശാലകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഞങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സൗകര്യമില്ലായിരുന്നു. ചെറിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി വേണമെന്നുള്ള ആശയം ഞങ്ങളിൽ ഉടലെടുത്തത് മറ്റു പല ഫെസ്റ്റിവലിലും പങ്കെടുത്തപ്പോഴാണ്. അവിടെ ഞങ്ങൾ നിർമ്മിച്ച 5 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രങ്ങൾ 40 മിനിറ്റും 60 മിനിറ്റും ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ചിത്രങ്ങളുടെ കൂടെയായിരുന്നു മത്സരത്തിന് ഒരുക്കിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി 5 മിനിറ്റും അതിൽ താഴെയുള്ള ദൈർഘ്യത്തിലുള്ള ചിത്രങ്ങളെ നിർമ്മിക്കണമെന്നും അത് കാണിക്കണമെന്നും അത് മത്സരത്തിന് അയക്കണമെന്നുമുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ഇൻസൈറ്റ് ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഹ്രസ്വചിത്രങ്ങളായിരുന്നു. പിന്നീട് KR മോഹനൻ അവരുടെ ഓർമ്മയ്ക്കായിക്കൊണ്ട് ഡോക്യുമെന്ററി ചിത്രങ്ങളുടെ മേളയും ഞങ്ങൾ നടത്തുന്നു. അങ്ങനെ വർഷത്തിൽ 2 തവണ മേളകൾ നടത്തിക്കൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ഈ ഗ്രൂപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. വേദിയിൽ ഇരിക്കുന്ന ജെറി അമൽദേവ് അവരുടെ ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹം കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഈണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ആ ഈണങ്ങളിലൂടെ വീണ്ടും നമ്മൾ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കും. ഈ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ 2 വിഷ്വൽ മീഡിയ എന്നുള്ള അതിന്റെ വിഷ്വൽ ട്രാക്ക് എന്നും സൗണ്ട് ട്രാക്ക് എന്നും 2 ട്രാക്കുകളാണ്. അതിൽ വിഷ്വൽ ട്രാക്കിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം നൽകിയിരുന്നത്. സൗണ്ട് ട്രാക്കിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്നാൽ അടുത്ത കാലത്ത് നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ നിരൂപകരുടെ, ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ഒക്കെ ശ്രദ്ധ സൗണ്ട് ട്രാക്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് ദൃശ്യത്തിനുള്ള സംഗീതം നൽകൽ മാത്രമല്ല, അതിന്റെ എല്ലാ അർത്ഥങ്ങളിലേക്കും ആഴങ്ങളിലേക്കും പോകാനുള്ള ഒരു ഉപാധി കൂടിയാണ് സംഗീത സംവിധാനം എന്ന് പറയുന്നത്. ശ്രീ അമൽദേവ് അദ്ദേഹത്തിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ആ സിനിമ എല്ലാവരുടെ മനസ്സിലും ഉണ്ടല്ലോ. അതിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ
സംഗീതജ്ഞാനം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അദ്ദേഹം അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കും സിനിമാ വിദ്യാർത്ഥികൾക്കും വഴികാട്ടിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇതിപ്പം 10ാമത്തെ ഇൻസൈറ്റ് അവാർഡാണ്. ഇൻസൈറ്റ് അവാർഡിനെ പറ്റി ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ളത്, ഇൻസൈറ്റ് അവാർഡിന്റെ ഒരു പ്രത്യേകത നമ്മൾ തുടക്കം മുതൽ സൂക്ഷിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, സിനിമയുടെ സമഗ്ര മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ എപ്പോഴെങ്കിലും പരിഗണിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ അവാർഡിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എഡിറ്റിങ്ങിലും ഫോട്ടോഗ്രാഫിയിലും ശബ്ദലേഖനത്തിലും സിനിമയെ പറ്റി പഠിക്കുന്നവർക്കും ഡോക്യുമെന്ററി എടുക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള പലർക്കുമാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഈ വർഷവും അതുപോലെ ശ്രമിച്ചത് ഏതിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള അന്വേഷണത്തിന്റെ ഫലമാണ് ഈ വർഷത്തെ അവാർഡ് നിർണയം. ആ നിർണയിച്ച ആർക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഈ 10ാമത്തെ അവാർഡാണെങ്കിൽ ഏതാണ്ട് 8 അവാർഡുകളിലും ഞാൻ തന്നെ ഇവിടെ എന്തെങ്കിലും രൂപത്തിൽ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അവാർഡ് കൊടുക്കാനോ പറയാനോ ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പൊ ഈ 8 അവാർഡ് 8ാമത്തെ അവാർഡ് ഇപ്പം അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ വർഷത്തെ അവാർഡിൽ നമ്മൾ നോക്കിയത്, ഞാനും അതിന്റെ കൂടെയുള്ള വെങ്കടേശനുണ്ട്, കൊള്ളംകുട്ടിയുണ്ട്, ഞങ്ങളുടെ ഒരു ശ്രമത്തിന്റെ ഭാഗം നോക്കിയത് ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞ അത് മുഴുവൻ എനിക്ക് കിട്ടിയില്ല എങ്കിലും വിഷ്വലും സൗണ്ടും എന്നുള്ള കാര്യത്തെ പറ്റി പറഞ്ഞു. സിനിമ 1895 തുടങ്ങിയ കാലത്ത് മുതൽ 1928 വരെയുള്ള കാലത്ത് സിനിമകളെ നിശബ്ദ സിനിമ എന്നാണ് പറയുന്നത്. നിശബ്ദ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാങ്കേതികത മാത്രമല്ല. കാരണം മനുഷ്യരൊക്കെ സംസാരിക്കുന്നുണ്ട്, ആക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ചിത്രത്തിന്റെ കൂടെ ശബ്ദം ചേർക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ അത് പ്രദർശിപ്പിക്കുമ്പോൾ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് അന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിരുന്നില്ല. അതൊരു പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ആ കാലത്തെ നിശബ്ദ സിനിമ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ നിശബ്ദ സിനിമ ആയിരുന്നു ആ കാലത്ത് എന്നുള്ളത് വളരെ രസകരമായി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം 2 കാര്യങ്ങളാണ് അത്തരം സിനിമകൾക്കുണ്ടായിരുന്നു. ഒന്ന്, ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നുകൊണ്ട് തന്നെ ഒരാള് എന്ത് നടക്കുന്നു എന്നുള്ളത്. കാരണം പലർക്കും ഈ നിശബ്ദ സിനിമയാകുമ്പോൾ എന്തൊക്കെ ചൂണ്ടനക്കുന്നുണ്ടെന്നോ പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് പുറകെ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ ഈ കഥ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് സംഗീതജ്ഞർ പുറകിൽ നിന്നിട്ട് അതിന് സംഗീതം കൊടുക്കുമായിരുന്നു. അപ്പൊ അത് പലതരത്തിലുള്ള അത് വൈകാരികമാണെങ്കിൽ അങ്ങനെ അല്ലെ വേറെ രീതിയിൽ ആ മ്യൂസിക് കൊടുക്കരുത്. ഇത് പശ്ചാത്തല സംഗീതം എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. 1928 കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സിനിമയിൽ പല രൂപത്തിലുള്ള സിനിമകൾ വന്നു. അവിടെ മ്യൂസിക്കിൽ എന്ന് പറയുന്നത് സംഗീതത്തിന് പ്രാധാന്യമുള്ള സിനിമകൾ. പക്ഷെ നമ്മളിവിടെ സംഗീതത്തിന് പ്രാധാന്യമല്ല, നമ്മുടെ സോഷ്യൽ സിനിമകൾക്കകത്ത് എല്ലാം ഉണ്ട്. അടിയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പാട്ടെന്നുള്ളതിനെ നമ്മൾ ഉപയോഗിച്ചത് അത് ഒരു കവിത, അത് മ്യൂസിക് ചെയ്യുക, ഇത് രണ്ടുമായിരുന്നു നമ്മുടെ. അതിൽ കൂടുതലായിട്ടും പശ്ചാത്തല സംഗീതത്തെ പറ്റി അന്നൊന്നും അങ്ങനെ കൂടുതലായിട്ട് ആരും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുമില്ല. കാരണം കുറെ കൂടെയൊക്കെ ഒരു ത്രൂഔട്ട് ഒരു മ്യൂസിക് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പശ്ചാത്തല സംഗീതം പിൽക്കാലത്ത് വളരെ ശക്തമായ രീതിയിൽ പുതിയൊരു സിനിമ കാഴ്ചപ്പാടുള്ള സംവിധായകരും ഒക്കെ വന്നപ്പോൾ പശ്ചാത്തല സംഗീതം വളരെ അത്യാവശ്യമുള്ളതാണ്. പലരും സിനിമയിൽ പാട്ട് ഉപയോഗിച്ചില്ല. അങ്ങനെയുള്ളവരുടെ സിനിമകളിലെ ഇൻസിഡന്റിൽ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മ്യൂസിക് ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് പശ്ചാത്തല സംഗീതം എന്നുള്ള രീതിയിൽ സാറും മറ്റു ഭാരവാഹികളോടും അവരുടെ ജൂറി ചെയർമാനായിട്ടുള്ള CS വെങ്കടേശനും മറ്റ് സുഹൃത്തുക്കളോടും ഉള്ള നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ള 12 സിനിമകൾ, ഡോക്യുമെന്ററി സിനിമകൾ, വളരെ ശ്രദ്ധേയമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ആ ഡോക്യുമെന്ററി സിനിമകള് ഞങ്ങള് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അതിനകത്തുള്ള അവാർഡുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പൊതുവിൽ ഏതാനും വാക്കുകൾ മാത്രമേ ഡോക്യുമെന്ററിയെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ
ഒരു നമ്മുടെ ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഒരു വിഭാഗം വലിയ പരീക്ഷണങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. വളരെ സാമ്പ്രദായികമായിട്ട് എടുക്കുന്ന ഡോക്യുമെന്ററികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇതിനകത്ത് വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഡോക്യുമെന്ററിയുടെ ഒരു ഭാഷ തന്നെ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ കേരളം സന്ദർശിച്ചിട്ടുള്ള വിഖ്യാത ജർമ്മൻ സംവിധായകനായ വിം വെൻഡേഴ്സിന്റെ ഡോക്യുമെന്ററി, ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ 2023 ഡോക്യുമെന്ററി ആൻസ്ലൈം എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഇന്നലെ പയ്യന്നൂരിൽ ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി, ഓപ്പൺ ഫ്രെയിം എന്ന് പറയുന്ന ഫിലിം സൊസൈറ്റി പ്രദർശിപ്പിക്കുകയുണ്ടായി. ആൻസ്ലൈം കീഫർ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഈ കണ്ടംപററി ആർട്ടിന്റെ ഏറ്റവും ഗ്രേറ്റ് മാസ്റ്ററെ കുറിച്ചിട്ട് വിം വെൻഡേഴ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആൻസ്ലൈം എന്ന് പറയുന്നത്. വെൻഡേഴ്സിന് 80 വയസ്സായി, ആൻസ്ലൈം കീഫറിനും 80 വയസ്സായി. അപ്പൊ ആ സിനിമ യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ആൻസ്ലൈം കീഫർ എന്ന് പറയുന്ന ഈ ജർമ്മൻ വലിയ സ്കൾപ്ചറും പെയിന്ററുമായിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിവരവും നമ്മൾ ഡോക്യുമെന്ററിയിൽ അറിയുന്നില്ല. യഥാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബജീവിതം, അദ്ദേഹത്തിന് 5 മക്കളുണ്ട്, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. അത്തരം ഒരു വിഷയവും യഥാർത്ഥത്തിൽ വിം വെൻഡേഴ്സിന്റെ ശ്രദ്ധയിലേ വരുന്നില്ല. അത് നല്ലതാണോ ചീത്തയാണെന്നല്ല, പക്ഷെ അദ്ദേഹം എത്രമാത്രം പൊയറ്റിക്കൽ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ കലാസഭരിയെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നത് അത്ഭുതകരമായ രീതിയിലാണ് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുക. അതിന് തൊട്ട് മുമ്പേ അദ്ദേഹം ചെയ്തിട്ടുള്ള പിന ഘോഷ് എന്ന് പറയുന്ന വലിയ നർത്തകിയെ കുറിച്ചിട്ടുള്ള പിന എന്ന് പറയുന്ന ഡോക്യുമെന്ററി, ഇത് 2 ഡോക്യുമെന്ററി 3Dയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ 3Dയുടെ ഒരു മനോഹാരിത യഥാർത്ഥം ഞങ്ങൾക്ക് 3Dയിലല്ല അനുഭവിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് അത് 3Dയിൽ തന്നെ അനുഭവിച്ച ആളുകൾ പറയുന്നുണ്ടായിരുന്നു, തിയേറ്ററിൽ തന്നെ അത് കാണുന്നത്. പിന്നെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി കാണുമ്പോൾ നമുക്ക് സാമ്പ്രദായികമായിട്ടുള്ള ഡോക്യുമെന്ററി മേക്കിംഗ് എത്രമാത്രം ലോകത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ഇന്ത്യയിലും അതിന്റെ ഗംഭീരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. മലയാളത്തിലും വിപിൻ വിജയനെ പോലെയുള്ള സംവിധായകരൊക്കെ വലിയ തരത്തിൽ ഡോക്യുമെന്ററിയുടെ ഭാഷയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ എങ്കിലും അതിനകത്ത് വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള ഡോക്യുമെന്ററികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളിലേക്കാണ് ഇതിനകത്തെ മിക്ക ഡോക്യുമെന്ററികളും ശ്രദ്ധ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടുള്ള കാര്യം. ഈ പറയുന്ന നമ്മൾ സൈക്കിളോട്ടം എന്നൊക്കെ വിളിക്കുന്ന തെരുവില് റെക്കോർഡ് ഡാൻസ് കളിക്കുന്ന ആളുകൾ, അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങൾ, ഇങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട് ഒരു കാട്ടിലെ ഒരു പറ്റം ആടുകൾക്കും അവയെ ശല്യപ്പെടുത്തുന്ന ഉറുമ്പുകൾക്കും ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന രാക്ഷമൃഗങ്ങളെല്ലാം ഇവിടെ കണ്ട ആളുകളാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ പൊതുവെ നമ്മുടെ മുഖ്യധാര സിനിമ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രിയ സിനിമകൾ ഒരിക്കലും കണ്ണെത്തി നോക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള വിഷയങ്ങളെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ആവിഷ്കരിക്കുന്നവയായിരുന്നു ഇതിലെ പല ഡോക്യുമെന്ററികളും എന്നുള്ളതും ഞങ്ങൾക്ക് വളരെ എന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദം നൽകിയിട്ടുള്ള അനുഭവമാണ്. മറ്റൊന്ന് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ചില പ്രചരണാത്മകമായിട്ടുള്ള എലമെന്റോട് കൂടിയിട്ട് തന്നെ എടുക്കപ്പെട്ടുള്ള സിനിമകളും അതിനകത്തുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റും മുന്നിലുള്ള കാര്യങ്ങൾ പോലും പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ബോധിപ്പിക്കുന്നതിന് ആ അർത്ഥത്തിൽ ഇതിന്റെ ചില വിഷയങ്ങൾ സ്വീകരിച്ചതിന്, അതുപോലെ ചില ഫോർമാറ്റുകൾ രൂപീകരിച്ചതിന്, അതുപോലെ തന്നെ അതിന്റെ സിനിമയുടെ ഭാഷയെ തന്നെ നവീകരിച്ചതിൽ, അതിന്റെ ശബ്ദപദത്തെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തിയതിലൊക്കെ അങ്ങനെ അങ്ങേയറ്റം ശ്രദ്ധേയമായി തീർന്നിട്ടുള്ള ഒരു പറ്റം ഡോക്യുമെന്ററികളാണ് ഞങ്ങൾക്ക് കാണുവാൻ വേണ്ടി കിട്ടിയത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. മറ്റേ ഓരോരോ സിനിമകളെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡോക്യുമെന്ററികൾ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഇന്ന് കണ്ടുവരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്. കേരളത്തിൽ തന്നെ നടക്കുന്ന, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഡോക്യുമെന്ററിക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു മൂന്നാമത്തെ മത്സരമായിരിക്കും. IDSFFK എന്ന് പറയുന്ന ഫെസ്റ്റിവലുണ്ട്. അതിനു മുമ്പേ ആരംഭിച്ച FFSI കേരളം നടത്തുന്ന സയൻസ് എന്ന് പറയുന്ന ഫെസ്റ്റിവലുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നത് ഒരു ഡോക്യുമെന്ററികൾക്ക് മാത്രമായിട്ടുള്ള ഒരു മത്സരം
ഇത് ഷോർട്ട് ഡോക്യുമെന്ററികൾക്ക് മാത്രമാണ്. ഒരു മത്സരം കാര്യമായിട്ട് നടക്കുന്നത് ഇൻസൈറ്റ് ചെയ്യുന്നതാണ്. അത് വലിയ തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇൻസൈറ്റ് ഇത്രയും പ്രാധാന്യത്തോടുകൂടി ഒരു ഡോക്യുമെന്ററികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തുന്നു. കേരളത്തിൽ ഒരു ഫിലിം സൊസൈറ്റിയും അത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തുന്നില്ല. ഫെസ്റ്റിവലുകൾ നടത്തുന്നുണ്ടാവും, പ്രദർശനങ്ങൾ നടത്തുന്നുണ്ടാവും. പക്ഷെ ആളുകളെ വിളിച്ച് ചേർക്കുകയും അവർക്ക് സാമാന്യം നല്ലൊരു അവാർഡ് തുക പ്രഖ്യാപിക്കുകയും വളരെ പ്രാധാന്യത്തോടു കൂടി അത് പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ എനിക്ക് തോന്നുന്നത് വേറെ ആരും തന്നെ ചെയ്യുന്നുണ്ടാവില്ല. അത് KR മോനേട്ടന്റെ പേരിലാകുമ്പോൾ അത് മറ്റൊരു വലിയ തരത്തിലുള്ള മാനം കൂടി അതിനെ കൈവരുന്നു. കേരളത്തിലെ സമാന്തര സിനിമാ പ്രവർത്തനത്തിന്റെ ഒരു സ്നേഹപൂർണമായ കാരുണ്യപൂർണമായ വഴിയാണ് KR മോനേട്ടന്റേത്. ആ വഴിയിൽ ഇൻസൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സന്തോഷം, ഈ ജൂറിയിൽ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി സർ. അടുത്തതായി നാഷണൽ അവാർഡ് വിന്നിംഗ് ഫിലിം മേക്കർ ശ്രീ KR മനോജ് ജൂറി മെമ്പറിനെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാൻ ക്ഷണിക്കുന്നു. പ്ലീസ് സർ. തുടക്കം മുതൽ എന്താ പറയാ വളരെ അടുത്ത ബന്ധമുള്ള ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് ഞാനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസൈറ്റ് ഒരു ആവശ്യവുമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ ആ ഇൻസൈറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അടുത്തറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ തിരക്കുകൾ മാറ്റി വെച്ചിട്ടായാലും അത് ചെയ്യുക എന്നുള്ളത് ഈ ഇൻസൈറ്റുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിന് ആ ഒരു സ്നേഹബന്ധമാണ് ഒരുപക്ഷെ ഇന്ന് ഇവിടെ എന്നെ എത്തിച്ചത്. പ്രേമമാഷ് എന്താ പറയാ അധ്യാപകനും വാഗ്മിയും ഒക്കെയാണ്. കേരളത്തിലെ സ്കൂൾ തലത്തിൽ സിനിമ പാഠ്യവിഷയമാക്കുന്നതിൽ വളരെ എന്താ പറയാ വളരെ ശ്രമകരമായ എന്താ പറയാ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോ പ്രേമമാഷ് ഇപ്പൊ പറഞ്ഞ എന്താ വിം വെൻഡേഴ്സിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് കഴിഞ്ഞ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് നടന്നിരുന്നു. വിം വെൻഡേഴ്സ് അവിടെ വന്നിരുന്നു. വിം വെൻഡേഴ്സിനെ എന്തിനാ വീണ്ടും ഓർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വിം വെൻഡേഴ്സുമായിട്ടുള്ള ഒരു ജർമ്മൻ സംവിധായകനാണ്. എന്താ പറയാ ഏറ്റവും ജർമ്മൻ സിനിമയുടെ ഇപ്പോഴത്തെ ഏറ്റവും വിഖ്യാത മുഖവുമാണ് അദ്ദേഹം. അപ്പോ ഈ അദ്ദേഹമായുള്ള അഭിമുഖത്തില് ആരും ചോദിച്ചിരുന്നു സിനിമയാണോ സംഗീതമാണോ ഇഷ്ടം. അപ്പോ ഈ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്റെ സിനിമയ്ക്ക് സംഗീതം വരെയുള്ള എന്റെ സിനിമയ്ക്ക് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഞാൻ ചെലവാക്കുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുന്ന സംഗീത അംശങ്ങൾക്കാണ്. ഇപ്പോ ജെറി അമർത്തേവിനെ പോലുള്ള ഒരു സംഗീതജ്ഞൻ ഇരിക്കുന്ന വേദിയിൽ ഞാൻ വിം വെൻഡേഴ്സിനെ അവിടെ തൊട്ടാണ് ഓർക്കുന്നത്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വർക്കുകളുമായിട്ടാണ് വന്നപ്പോ ഏറ്റവും പുതിയ 2 വർക്കുകൾ ഡോക്യുമെന്ററികളാണ്. ഏറ്റവും പുതിയതല്ല, അദ്ദേഹം പിന്നെ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ അൻസലാം കീസറിനെ കുറിച്ചുള്ള വർക്ക് ചെയ്തു. ഈ 2 വർക്കുകളെയും കുറിച്ച് ചോദ്യങ്ങളുണ്ടായി. അപ്പൊ ചോദിച്ചപ്പോ എന്തിനാണ് നിങ്ങൾ ഈ ഡോക്യുമെന്റ് 3D എടുത്തത് എന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നയെ കുറിച്ച് ഒരു വർക്ക് ചെയ്യണമെന്ന് പല കോണുകളിൽ നിന്നുള്ള അഭ്യർത്ഥന മൂലം പിനാബോഷ് എന്ന് പറയുന്ന നർത്തകി മാത്രമല്ല, അവർ അതിനും അപ്പുറം ഒരു ആർട്ടിസ്റ്റാണ്. അവരുടെ കലാരൂപത്തിന് തേടി ഇദ്ദേഹം പോയിരുന്നു. അവരുടെ പെർഫോമൻസും അവരെന്താണ് പുതുതായി കൊണ്ടുവന്നതെന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് താൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2D ഫ്രെയിംവർക്ക്, അതായത് സാധാരണ സിനിമ എടുക്കുന്ന 2D ഫ്രെയിംവർക്കിൽ അവരുടെ കലയെ ഉൾക്കൊള്ളാൻ ആവില്ല എന്നത് 5 വർഷം ഇവരുടെ പുറകെ അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഡോക്യുമെന്റ് പൂർത്തിയാക്കുന്നത്, പിന്നീട് മരണത്തിന് ശേഷം. അപ്പോ തന്റെ 2D ഫ്രെയിംവർക്കിൽ ഈ നർത്തകിയെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച അവരുടെ ആ ലോകത്തെ ഉൾക്കൊള്ളാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് മറ്റൊരു സിനിമാറ്റിക് ടൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം 3D പോയത്. അത് ആ 3Dയിൽ നിങ്ങൾ എത്ര പേർ 3Dയിൽ പിന്നെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാണുമ്പോൾ തികച്ചും വ്യക്തമാണ് അത് എന്തുകൊണ്ട് ഒരു ഫിലിം മേക്കർ തന്റെ ടൂളിന്റെ പരിമിതി കാരണം 5 വർഷം മടിച്ചു നിന്നു വന്നു, പിന്നീട് അതിനെ എങ്ങനെ മറികടന്നു എന്നുള്ളതും വ്യക്തമായിരുന്നു. രണ്ടാമത്തെ ചിത്രം, ഇദ്ദേഹം പറഞ്ഞ ചിത്രവും ഇതേപോലെ 3Dയിലാണ്. ആ ആർട്ടിസ്റ്റിനെ കവർ ചെയ്യണമെങ്കിൽ 2D പറ്റില്ല. അപ്പൊ 3Dയെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2Dയിൽ എപ്പോഴും ഒരു സ്ക്രീനാണ്,
3D എത്തുമ്പോൾ നിങ്ങളും അനന്തതയുമാണ്. ഈ സ്ക്രീൻ അങ്ങ് മാഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് തുടങ്ങി അനന്തതയിൽ അവസാനിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് 3D തരുന്നത്. ഒരുപക്ഷെ നമ്മുടെ വ്യാവസായിക സിനിമാ ലോകം വളരെ സമർത്ഥമായി ഉപയോഗിച്ച ടൂളിനെ ഏറ്റവും ആർട്ടിസ്റ്റിക്കായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു അത്. ഞാൻ ഇത്രയും പറഞ്ഞത് ഏറ്റവും സർഗാത്മകമായ പരീക്ഷണങ്ങൾ നടക്കുന്ന ഇടമാണ് ഡോക്യുമെന്ററി. അത് പുറത്തും അതെ, നമ്മുടെ നാട്ടിലും അതെ. ഇന്ത്യയിലെ എന്താ പറയാ വിഷ്വൽ മേഖലയിൽ ശ്രദ്ധിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും ഏറ്റവും സർഗാത്മകമായ പരീക്ഷണങ്ങൾ നടക്കുന്നത് നോൺ ഫിക്ഷൻ മേഖലയിൽ തന്നെയാണ്. അപ്പൊ അത്തരം പരീക്ഷണങ്ങളെ ചേർത്ത് വയ്ക്കാൻ വേദി സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ വളരെ എന്താ പറയാ ഈ മേഖലയെ എന്താ പറയാ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ആ വേദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരത്തിലുള്ള പ്രാധാന്യമുള്ള വേദിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിരിക്കുന്നത്. കേരളത്തിൽ അധികം വേദികളൊന്നുമില്ല, അധികം പ്രയോക്താക്കളും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹം. കാരണം ഞാനൊരു എന്താ പറയാ ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ് തുടങ്ങി, ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക തുടങ്ങി കഴിഞ്ഞ 10-25 വർഷമായി ഇതേ പ്രവർത്തനം നടത്തുന്നതാണ്. അപ്പൊ ഇൻസൈറ്റ് നടത്തുന്ന ഈ ഫെസ്റ്റിവൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് ഒരു സംശയം. കാരണം അവര് ഇൻസൈറ്റിനെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവര് ഹൈക്കു സിനിമയിൽ തുടങ്ങി, പിന്നെ ഷോർട്ട് ഫിലിംസ്, അടുത്ത് ഡോക്യുമെന്ററീസ്, ഇത്രേ പോയിട്ടുള്ളൂ. ലൈം ലൈറ്റിലേക്കല്ല അവരുടെ നോട്ടം, മറിച്ച് ഈ മീഡിയത്തെ എത്രയും ശ്രദ്ധയോടെ എങ്ങനെ സമീപിക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസൈറ്റിന്റെ ഈ വേദി വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ഇൻസൈറ്റ് പ്രാഥമിക ജൂറി സെലക്ട് ചെയ്ത 12 ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു. അതില് വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതില് 4-5 ഫിലിം മേക്കേഴ്സ് ഇവിടെ ഉണ്ട്. ആ ചർച്ചകൾ ഓരോന്നും നിങ്ങളുടെ ഓരോ ചിത്രത്തെയും കുറിച്ച് ഞങ്ങൾ സുദീർഘമായി തന്നെ ചർച്ച ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ചർച്ചകൾ ഒരുപക്ഷെ പുരസ്കാരം എന്താ പറയുക ചെറിയ വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം. പക്ഷെ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ആ പ്രവർത്തനം, ആ സർഗാത്മക പ്രവർത്തനം തുടരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 2, ഈ വേദിയിൽ ക്ലോസിംഗ് ഫിലിമായി കാണിച്ച ജലമുദ്ര ഒരുപക്ഷെ ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കിങ്ങിന്റെ ഏറ്റവും എന്താണ് സ്ട്രഗിൾ, അത് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് എങ്ങനെ ഏറ്റവും ആർദ്രമായി ഏറ്റവും ടച്ചിങ് ആയി എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ജലമുദ്ര. ആ ജലമുദ്രയിൽ ഈ ഫെസ്റ്റിവൽ അവസാനിപ്പിക്കാൻ എന്താ പറയാ അങ്ങനെ ഒരു ആലോചന നടത്തിയ ഇൻസൈറ്റിന് ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു. ഇനി ഞങ്ങളുടെ ഈ ജൂറിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീ CS വെങ്കടേശ്വരൻ ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഞങ്ങൾ കണ്ട 12 സിനിമകളെ കുറിച്ച് നമ്മുടെ ജൂറി അംഗങ്ങളായ പ്രേമചന്ദ്ര മാഷും KR മനോജും സംസാരിച്ചു. അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ പല പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം ഈ ഡോക്യുമെന്ററി ഫിലിമുകൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. പ്രേമചന്ദ്ര മാഷ് സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ മനയോലയെ കുറിച്ചാകാം, അല്ലെങ്കിൽ വളരെ ഏകാന്തമായി ആയിരിക്കണം ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ചാകാം, റെക്കോർഡ് ഡാൻസുകാരെ കുറിച്ചാകാം. അങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചാണ് വളരെ വ്യത്യസ്തമായ പൊതുവെ മുഖ്യധാരയിൽ കാണാത്ത ഒട്ടേറെ വിഷയങ്ങൾ ഈ ഡോക്യുമെന്ററി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു, അവതരിപ്പിക്കപ്പെട്ടു, വിശകലനം ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്യുമെന്ററി ചെയ്യേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കർമ്മം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണാത്ത പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുക, അവയെ ഒരു ഒരു ഡോക്യുമെന്ററിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഡോക്യുമെന്ററി എല്ലാം ചെയ്തിട്ടുള്ളത്. അവാർഡ് നിർണയത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവാർഡ് കൊടുക്കുന്ന ആൾക്കാരെക്കാൾ അധികം എണ്ണം കൊടുക്കാത്ത ആൾക്കാരായിരിക്കുന്ന ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി എല്ലാ പുരസ്കാരദാനത്തിലും ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ആദ്യമായിട്ട് അതിൽ ഈ അവാർഡ് ഈ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരു വട്ടം കൂടി അഭിനന്ദിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ അവാർഡ് നിർണയത്തിൽ ഞങ്ങൾ പരിഗണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് മിക്കവാറും പ്രമേയങ്ങളെ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തവും പ്രസക്തവും സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒട്ടേറെ വിഷയങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കുറെ കൂടി സൂക്ഷ്മമായി നേരത്തെ 2 ജൂറി അംഗങ്ങൾ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന
ഒരു ഡോക്യുമെന്ററിയുടെ ലാവണ്യത്തെ, അതിന്റെ സവിശേഷതകളെ കൂടി കണക്കിലെടുക്കുന്ന അതിന്റെ ഒരു രൂപത്തിലും അതിന്റെ ഒരു അവതരണ രീതിയിലും മറ്റും കുറച്ച് വ്യത്യസ്തത പുലർത്തുന്ന ദൃശ്യഭാഷയിലും ശബ്ദത്തിലുമൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ, ആ രീതിയിലുള്ള ഒരു സിനിമകൾ കൂടിയാണ് ഞങ്ങൾ കൂടുതൽ പരിഗണനാർഹമായിട്ട് അല്ലെങ്കിൽ പുരസ്കാര അർഹമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ ഈ 12 ചിത്രങ്ങൾ 3 ചിത്രങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അതിൽ 2 ചിത്രങ്ങൾക്കൊരു പ്രത്യേക പരാമർശം, സ്പെഷ്യൽ ജൂറി മെൻഷൻ 2 ചിത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യ ചിത്രം റെക്കോർഡ് ഡാൻസ് എന്നുള്ള ചിത്രമാണ്. ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്ന് പറയുന്ന ചിത്രമാണ്. അതിന്റെ സൈറ്റേഷൻ ഫോർ ഡോക്യുമെന്റിംഗ് ദ ലൈഫ് ഓഫ് എ പാഷനേറ്റ് റെക്കോർഡ് ഡാൻസർ whose fate is entangled with that of the art form itself. ഒരു പ്രത്യേക റെക്കോർഡ് ഡാൻസർ അവതരിപ്പിക്കുകയും റെക്കോർഡ് ഡാൻസ് എന്ന് പറയുന്ന ആ മാധ്യമം അല്ലെങ്കിൽ ആ വിനോദ രൂപം തന്നെ അവഗണനയിൽപ്പെടുകയും അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന റെക്കോർഡ് ഡാൻസിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ദൃശ്യ രേഖയെ കൂടിയാണ് ആ ചിത്രം. രണ്ടാമത്തെ പ്രത്യേക പരാമർശം, റെക്കോർഡ് ഡാൻസിന്റെ സംവിധായകൻ ഷിഹാബ് ഓങ്ങല്ലൂർ ഉണ്ടോ? വരൂ പ്ലീസ്. ഇതിൽ ബെസ്റ്റ് ഡയറക്ടർ സ്പെഷ്യൽ മെൻഷൻ ഫോർ ദി ബെസ്റ്റ് ഡയറക്ടർ. Record dance by Shihab Onganur. രണ്ടാമത്തെ സ്പെഷ്യൽ മെൻഷൻ കൊടുത്തിട്ടുള്ളത് ചിത്രത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ മേൽവിലാസം ഹരിപ്രസാദ് KN. അതിന്റെ സൈറ്റേഷൻ ഇങ്ങനെയാണ്: ഫോർ ടെലിംഗ് എ പോയിഗ്നന്റ് പേഴ്സണൽ സ്റ്റോറി വിത്ത് ലോട്ട് ഓഫ് എംപതി ആൻഡ് റെസ്പെക്ട് വിത്തൗട്ട് വിക്ടിമൈസിംഗ് ദ സബ്ജക്ട്. ഒരു ട്രാൻസ്ജെൻഡറിന്റെ കുറിച്ചുള്ള ചിത്രമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ തന്റെ വിഷയത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും ബഹുമാനവും പുലർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഇരയായി അവതരിപ്പിക്കാതെ ഒരു വളരെ മാനുഷികമായ രീതിയിൽ, വളരെ സർഗാത്മകമായ രീതിയിൽ അവരുടെ ജീവിതത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രം കൂടിയാണ്. ട്രാൻസ്ജെൻഡർ പോലുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ പ്രത്യേക കൂടുതൽ പ്രസക്തി അണിക്കുകയും ചെയ്യുന്നു. ഹരിപ്രസാദ് KN വന്നിട്ടുണ്ടാവും. ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ ആ ചിത്രത്തിന്റെ? ഹരിപ്രസാദ് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ സയൻസ് ആൻഡ് ആർട്സിലെ വിദ്യാർത്ഥി കൂടിയാവും. എട്ടാമത് KR നാരായണൻ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള പുരസ്കാരം സുനിൽ മാത്യു സംവിധാനം ചെയ്ത ഡൈനോസോർസ് എഗ് എന്ന ചിത്രത്തിനാണ്. അതിന്റെ സൈറ്റേഷൻ ഫോർ employing innovative visual language to explore the remains and ruins of the past to convey the continuities and ruptures of life. വളരെ വ്യത്യസ്തമായ ഒരു ദൃശ്യഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ഉൽപ്പത്തിയിലേക്കും ചരിത്രത്തിലേക്കും ആർക്കിയോളജിക്കലായിട്ടുള്ള ഒട്ടേറെ രേഖകളിലേക്കും മറ്റും കടന്നു പോകുന്ന വളരെ സർഗാത്മകമായ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ഡൈനോസോർസ് എഗ്. സുനിൽ മാത്യു ആണ് അതിന്റെ സംവിധായകൻ. അടുത്തത് നന്ദി പ്രകാശിപ്പിക്കാനായി ജനറൽ സെക്രട്ടറി ശ്രീ മേവിൽ കോമളമൂർത്തി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ആരെയും എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.